Respected dear family members, my pranams to you. എല്ലാവർക്കും എൻ്റെ പ്രണാമം. You know, Swami Vivekananda was talking about Advaita in one of the universities in UK. I think London University. Swami Vivekananda London യൂണിവേഴ്സിറ്റിയിൽ ഒരു ക്ലാസ് എടുക്കായിരുന്നു അദ്വൈതത്തെക്കുറിച്ച്. He went deep into Advaita. വളരെ ഡീപ്പായിട്ടാണ് അദ്വൈതത്തെക്കുറിച്ച് ക്ലാസ് എടുത്തത്. Many professors, many scholars, many researchers were listening to his speech. ധാരാളം പണ്ഡിതരും വിദ്യാർത്ഥികളും പ്രൊഫസർമാരും കേൾക്കുന്നുണ്ടായിരുന്നു. Continuously they were listening and Swami Vivekananda reached in an ecstasy. ഈ വിഷയം പറഞ്ഞു സ്വാമി വിവേകാനന്ദ ഒരു പരമകാഷ്ഠയിലെത്തി. At that time, one of the students having a doctorate degree, ഒരു ഡോക്ടറേറ്റ് ഡിഗ്രി ഉള്ള ഒരു സ്റ്റുഡന്റ്, Dr. Johnson. And Dr. Johnson asked a question to Swami Vivekananda suddenly. In fact, it was not a question, it was a comment. സ്വാമി വിവേകാനന്ദന്റെ അദ്വൈതത്തെക്കുറിച്ചുള്ള സ്പീച്ച് കേട്ടിട്ട് ഡോക്ടർ ജോൺസൺ എന്ന് പറയുന്ന വ്യക്തി ഒരു കമന്റ് പറഞ്ഞു. ഇൻഫാക്ട് ഇറ്റ് വാസ് എ ക്വസ്റ്റ്യൻ ഓൾസോ. സ്വാമിജി, വി ആർ ഫ്രം ഇംഗ്ലണ്ട്. വി ഡു നോട്ട് നോ എനിത്തിങ് അബൌട്ട് ഇന്ത്യൻ സ്പിരിച്വാലിറ്റി. ഞങ്ങൾ ഇംഗ്ലണ്ടിൽ നിന്നുള്ളവരാണ്. ഇന്ത്യൻ സ്പിരിച്വാലിറ്റി ഞങ്ങൾക്കൊന്നും അറിഞ്ഞുകൂടാ. വി ആർ തിങ്കിങ് ആൻഡ് വി ആർ ലിവിങ് ഇൻ സയൻസ് ആൻഡ് ടെക്നോളജി. ഞങ്ങൾ സയൻസും ടെക്നോളജി അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു, അതിൽ ജീവിക്കുന്നു. വാട്ട് വി നീഡ് നൗ ഈസ് വൺ ലൈൻ ഫോർ മേക്കിംഗ് അവർ ലൈഫ് റിച്ചർ ആൻഡ് കളർഫുൾ. വി വാണ്ട് വൺ ലൈൻ സെന്റൻസ്, ഒരു മെസ്സേജ്, വൺ ലൈൻ മെസ്സേജ്. ഞങ്ങൾക്ക് ഒരു മെസ്സേജാണ് വേണ്ടത്, നോട്ട് ദ ഡീപ്പ് ഇന്ത്യൻ സ്പിരിച്വാലിറ്റി. ഭാരതത്തിലെ ആത്മീയതയുടെ അഗാധയല്ല ഞങ്ങൾക്ക് വേണ്ടത്. ജീവിതത്തെ വർണ്ണാഭമാക്കാനും ജീവിതത്തെ ധന്യമാക്കാനുമുള്ള ഒരു മെസ്സേജ്. സഡൻലി കമ്മിങ് ഡൗൺ ഫ്രം ദറ്റ് എക്സ്റ്റസി ലെവൽ, സ്വാമി വിവേകാനന്ദ സെഡ്, പ്ലീസ് ടേക്ക് ഡൗൺ. ഐ എം ഗോയിങ് ടു ടെൽ ദാറ്റ് ടു യു. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോവാണ്, അത് നോട്ട് ചെയ്തോളൂ. ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവരാൻ നിബോധത. ഈ ഒരു വരിയാണ് അദ്ദേഹം പറഞ്ഞു കൊടുത്തത്. അത് കഠോപനിഷത്തിലുള്ളതാണ്. നചികേതസിന് യമധർമ്മരാജാവ് ഗിവിംഗ് ദ മെസ്സേജ്. നചികേതസിന് യമധർമ്മരാജാവ് പറഞ്ഞു കൊടുക്കുന്നതാണ്. അത് മുഴുവനും പറഞ്ഞില്ല. 2 lines are there. ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവരാൻ നിബോധത ക്ഷുരസ്യ ധാരാ നിശിതാദുരത്യയാ ദുർഗം പദസ്തത്കവയോ വദന്തി. Of which Swami Vivekananda told only the first line. Uttishtata. Gloriously stand up. Uttishtata means gloriously stand up. Jagrata, be aware that you are not permanent in this world. Jagrata, നിങ്ങൾ ഈ ഭൂമിയിൽ സ്ഥിരമല്ല എന്ന് ഓർമ്മിക്കുക. ഉത്തിഷ്ഠത, ചൈതന്യവത്തായിട്ട് എഴുന്നേറ്റ് നിൽക്കുക. In the world, positives are there, negatives are there, ups are there, downs are there, pains are there, pleasures are there. എല്ലാം ഉണ്ട് വേദൽ. എവറിത്തിങ് ഈസ് ദർ ഇൻ ദ വേൾഡ്, ബോത്ത് പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്. നന്മയുണ്ട്, തിന്മയുണ്ട്, ഉയർച്ചയുണ്ട്, താഴ്ചയുണ്ട്, ലാഭമുണ്ട്, നഷ്ടമുണ്ട്, ചിരിയുണ്ട്, കരച്ചിലുണ്ട്, വരവുണ്ട്, പോക്കുണ്ട്. കീപ്പിംഗ് എവറിത്തിങ് ഇൻ ദ മൈൻഡ്, സ്റ്റാൻഡ് അപ്പ് ഗ്ലോറിയസ്ലി, ചൈതന്യവത്തായിട്ട് എഴുന്നേറ്റ് നിൽക്കാം. ബി അവെയർ ദാറ്റ് യു ആർ നോട്ട് പെർമനന്റ് ഹിയർ. നിങ്ങൾ ഈ ലോകത്തിൽ സ്ഥിരമല്ല. ഇഫ് ഡേറ്റ് ഓഫ് ബർത്ത് ഈസ് ദർ, ഇന്നവിറ്റബിളി ഡേറ്റ് ഓഫ് ഡെത്ത് ഈസ് ദർ. ജന്മദിനമുണ്ടെങ്കിൽ മരണദിനവുമുണ്ട്, വെദർ യു നോ ഇറ്റ് ഓർ നോട്ട് നോ. പ്രാപ്യവരാൻ നിബോധത. എൻലൈറ്റൻ യുവർസെൽഫ് ബൈ അക്വയറിംഗ് നോളജ് ഫ്രം ദി സ്കോളേഴ്സ്. അറിവുള്ളവരിൽ നിന്ന് അറിവ് നേടി പ്രബുദ്ധരാവുക. എൻലൈറ്റൻ യുവർസെൽഫ്, സ്വയം പ്രബുദ്ധരാവുക. പ്രാപ്യ വരാൻ, അറിവുള്ളവരിൽ നിന്ന് അറിവ് നേടി. നിബോധത, enlighten yourself. So, these 3 messages in one line of one Upanishad. Great Upanishad, glorious Upanishad.
Kadhopanishad. Uttishtata. Gloriously stand up. That type of message the English people never heard. They were thinking about money, power, ruling other country, conquering other country, sending the military, fighting the war, and praying to Jesus. They know only that much, they knew only that much. Here the Upanishad message does not contain even the word God. ഈ ഉപനിഷത്ത് സന്ദേശത്തിലെ ദൈവം എന്നൊരു വാക്കേയില്ല. മാത്രമല്ല ഇംഗ്ലീഷുകാർ അധികാരം, മറ്റ് രാജ്യങ്ങളെ കീഴടക്കുക, യുദ്ധം, ഒന്നാം ലോക മഹായുദ്ധം, രണ്ടാം ലോക മഹായുദ്ധം, പട്ടാളക്കാര്, പീരങ്കി, തോക്ക്, ഇതൊക്കെ കേട്ടിട്ടുള്ളൂ അവര്. എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുർബാന അർപ്പിക്കലോ അല്ലെങ്കിൽ പറഞ്ഞത് ഏറ്റു ചൊല്ലലോ യേശു ക്രിസ്തുവിനോട് ചെന്ന് പ്രാർത്ഥിക്കുക, കഥം, അത്രയേ ഉള്ളൂ. There ends everything. So remember, when you come back to Indian culture, Indian sannyasi's words, non-spiritual message to non-spiritual people through Indian spirituality. ആത്മീയത ഇല്ലാത്ത ഒരു സന്ദേശം, ആത്മീയത ആഗ്രഹിക്കാത്ത ഒരു രാജ്യത്തിന് ആത്മീയത ഉൾക്കൊണ്ട ഭാരതത്തിൽ നിന്ന് ഒരാത്മീയ ആചാര്യൻ, a non-spiritual message to a non-spiritual country from a spiritual man from a spiritual country, that to a spiritual book. Atman Uttishtata, gloriously stand up. Jagrata, remember that you are living in the world which has got birth, sustainment and death. ജനിച്ച് നിലനിന്നില്ലാതെയാകുന്നതെന്തോ അതാണ് ജഗത്ത്. ജനിച്ച് നിലനിന്നില്ലാതെയാകുന്നതെന്തോ അത് ജഗത്ത്. അതിലാണ് നിലനിൽക്കുന്നത് എന്ന ബോധം ഉണ്ടാവുക. റിമെമ്പർ ദാറ്റ് യു ആർ സ്റ്റേയിങ് ഇൻ ദാറ്റ്, യു ആർ ലിവിങ് ഇൻ ദാറ്റ്. ദാറ്റ് മീൻസ് ഇഫ് ഡേറ്റ് ഓഫ് ബർത്ത് ഈസ് ദർ, ഇന്നവിറ്റബിളി ഡേറ്റ് ഓഫ് ഡെത്ത് ഈസ് ദർ. ജനനമുണ്ടെങ്കിൽ മരണമുണ്ട്. റിമെമ്പർ ദാറ്റ്. പ്രാപ്യവരാന്നിബോധ്, എവറി മിനിറ്റ്, ഓരോ നിമിഷവും ഓരോ മണിക്കൂറും ഓരോ ദിവസവും enlighten yourself, പ്രബുദ്ധരായിക്കൊണ്ടേയിരിക്കുക. അറിവുള്ളവരിൽ നിന്ന് അറിവ് നേടിക്കൊണ്ട്, അറിവുള്ളവരാരാണോ അവരിൽ നിന്ന്. whomsoever has got knowledge, whosoever is intellectually wise, having wisdom, not merely intelligence, having wisdom, take knowledge from them, experience from them, enlighten yourself. Dr. Johnson in London University stood up and asked Swami Vivekananda, shall I become your disciple? ഇത് കേട്ട ഡോക്ടർ ജോൺസൺ സ്വാമിയോട് ചോദിച്ചു, ഞാൻ അങ്ങയുടെ ശിഷ്യനായി കൊള്ളട്ടെ? സ്വാമി വിവേകാനന്ദ said, come with me in this dress. ആ ഡ്രസ്സിൽ വരാൻ പറഞ്ഞു. Thus it appears from what I read in the Vivekananda Sahitya Sarvaswam, വിവേകാനന്ദന്റെ പുസ്തകത്തിൽ നിന്ന് വായിച്ചതനുസരിച്ച് ഡോക്ടർ ജോൺസൺ ഓൺ ദ സ്പോട്ട് became disciple of Swami Vivekananda. Dr. Johnson, Swami Vivekananda disciple. One great message that we can listen from this, read from this. You give whatever is needed to the listener in the most appropriate, solid, authentic, truthful way. നല്ല അറിവ്, അഗാധമായിട്ട് നല്ലോണം പഠിച്ചത് പ്രതീക്ഷിച്ചിരിക്കുന്ന സദസ്സിലേക്ക് അവരുൾക്കൊള്ളാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിനും നിരക്കുന്ന വിധത്തിൽ കൊടുക്കാം. നോട്ട് ടു ടീച്ച് ഓൾ ഹിന്ദുയിസം. ഹിന്ദുധർമ്മം മറ്റേതുപോലെ കിണറല്ല, ഒരു മഹാസാഗരാണ്. എല്ലാം ഒന്നും കൊടുക്കാൻ സാധിക്കില്ല. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ഫോർ യു ടു ഗിവ് ഓൾ തിങ് അബൌട്ട് ഹിന്ദുധർമ്മ. It is like ocean, but all other religion just like a well. ഒരു diameter is fixed. Here length, breadth and depth are not fixed. മഹാസാഗരത്തിന്റെ നീളവും വീതിയും താഴ്ചയും ഫിക്സ്ഡ് അല്ല. So remember, you cannot teach Hinduism to everyone. Give the most appropriate messages in minimum words. കുറച്ച് വാക്കുകളിൽ ഏറ്റവും യോജിച്ചതായിട്ടുള്ളത്, ഡിപ്പെൻഡിങ് അപ്പോൺ ദ വേവ് ലെങ്ത് ഓഫ് ദ പീപ്പിൾ, മുമ്പിലിരിക്കുന്നവരുടെ തരംഗ ദൈർഘ്യം അനുസരിച്ചിട്ട്
teach them instead of talking. Instead of delivering a speech, take a class. ഒരു വെറും സ്പീച്ച് പ്രഭാഷണം നടത്തുന്നതിന് പകരം ഗംഭീരമായിട്ട് ഒരു ക്ലാസ് എടുക്കുക, പറഞ്ഞത് ആവർത്തിക്കുക. റിപ്പീറ്റ് വാട്ട് എവർ യു ഹാവ് സെഡ്. ബിഫോർ കൺക്ലൂഡിംഗ് ടെൽ ഓൾ ദ പോയിന്റ് വാട്ട് യു ഹാവ് സെഡ്. അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ആദ്യം മുതൽക്കുള്ളതെല്ലാം പറയാം. സോ ദാറ്റ് വാട്ട് വിൽ ബി ഹാപ്പനിങ്, യു മൈറ്റ് നോട്ട് ഹാവ് മിസ്ഡ് എനി പോയിന്റ്. നിങ്ങൾ പ്രഭാഷണം നടത്തുന്നവര്, ക്ലാസ്സിലെടുക്കുന്നവര് ഒന്നും മിസ് ചെയ്തിട്ടുണ്ടാവില്ല. ആൻഡ് ഓൾസോ റിമെമ്പർ, ദ പീപ്പിൾ ക്യാൻ റിക്കളക്ട് വെൻ യു ടെൽ ആസ് എ റെപ്പീറ്റേഷൻ. വീണ്ടും വീണ്ടും ആവർത്തിക്കുമ്പോൾ അവർക്കതൊരു റെപ്പീറ്റേഷനായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. സോ ഡോക്ടർ ജോൺസൺ ആൻഡ് സ്വാമി വിവേകാനന്ദാസ് experience of talking Advaita to a people, to a group of people who are not aware about Advaita. അദ്വൈതത്തെ കുറിച്ച് അത്ര എളുപ്പത്തിലൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇവിടെ ധാരാളം പേര് ഞങ്ങൾ അദ്വൈതികളാണെന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്. അദ്വൈതം എന്ന് പറയുന്നത് ദ്വൈതത്തിലൂടെ മാത്രമേ പോകാൻ സാധിക്കുള്ളൂ. വൺ ക്യാൻ റീച്ച് അദ്വൈത ഓൺലി ത്രൂ ദ്വൈതം. അതുപോലെ അറിയാത്ത ധാരാളം പേരുണ്ട്. അതിനെക്കുറിച്ചുള്ള എൻ്റെ അറിവും പരിമിതമാണ്. മൈ നോളജ് ഈസ് ഓൾസോ ലിമിറ്റഡ്. You can reach to Advaita only through Dvaita. That is the first step you should understand. And with these words, I would like to conclude my pranams to you. Thank you very much.